ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അടുപ്പിൽ തീ പറ്റിച്ചിട്ടുണ്ട്. ടി വി നോക്കിയിട്ടാണ് പണ്ടാരടുപ്പിൽ തീ പറ്റിച്ച ഉടനെ തന്നെ ഞാൻ തീ പറ്റിച്ചത്. അപ്പം അടുപ്പിൽ തീ പറ്റിച്ചിട്ടുണ്ട്. ഉരുളി ആയതുകൊണ്ട് തന്നെ അത് ഇച്ചിരി ടൈം എടുക്കും വെള്ളം തിളയ്ക്കാനും അതുപോലെ പായസം റെഡിയാവാനും. ഏതായാലും നമുക്ക് ഒരുപാട് സമയമുണ്ട്. നമുക്ക് തീയൊക്കെ ഇട്ട് കൊടുത്ത് പതുക്കെ നമ്മുടെ പൊങ്കാല പായസം നമുക്ക് വേവിച്ചെടുക്കാം. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഞാൻ. എൻ്റെ വീട്ടിലിരുന്നാണ് ഞാൻ ഈ പായസം ഇടുന്നത്. അപ്പം കൊതുമ്പും ചൂട്ടും ഒക്കെ നമ്മുടെ തെങ്ങിലെ തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീട്ടിലെ ആ തെങ്ങ് നിൽക്കുന്നത്. അപ്പോൾ ആ തെങ്ങിലെ തന്നെ കൊതുമ്പും ചൂട്ടും എല്ലാം എടുത്താണ് ഞാൻ നമ്മുടെ പൊങ്കാല അടുപ്പ് തീ എത്തിക്കുന്നത്. തന്നെ ഉണർന്ന് ആ അടുപ്പ് ഇട്ടേക്കുന്ന ഭാഗം എല്ലാം തൂത്ത് അവിടെ വെള്ളം തളിച്ച് പിന്നെ ഇൻ്റർലോക്കെല്ലാം വെള്ളം വെച്ച് കഴുകി നമ്മുടെ അതുപോലെ തന്നെ പടിയും എല്ലായിടവും വെള്ളം ഒഴിച്ച് കഴുകി വിളക്ക് രാവിലെ തന്നെയാണ് ഞാൻ തേച്ചത്. തലേന്നൊന്നും ഒന്നും ചെയ്തില്ല. കുളിച്ച് വൃത്തിയായി എല്ലാം ഞാൻ അന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ അന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചാണ്. കുറച്ച് തിരക്കുകൾ കൊണ്ട് എനിക്കിടാൻ പറ്റിയില്ല. അടുത്ത വർഷവും ഞാൻ വീട്ടിൽ തന്നെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്ക് കാണാം. അപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വേറൊരാളാണ് വീഡിയോ എടുത്ത് തരുന്നതെങ്കിൽ നമുക്ക് എൻ്റെ മുഖവും ഒക്കെ നല്ല നേരെയായിട്ട് എടുക്കാമായിരുന്നു. എനിക്കിതിപ്പം ഞാൻ ഫോക്കസ് ചെയ്തത് നമ്മുടെ പൊങ്കാല അടുപ്പ് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും കാണുന്നതല്ലേ. അപ്പം അടുപ്പ് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ പൊങ്കാല ദിവസത്തിൽ നിങ്ങളെ കാണിക്കാനായിട്ട് അടുപ്പാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കേട്ടറിവാണ്. നമ്മുടെ വീടിൻ്റെ നേരെ, അതായത് എൻട്രൻസിൻ്റെ നേരെ നമ്മൾ അടുപ്പുണ്ടാക്കരുത്. അരി തിളയ്ക്കുന്നുണ്ട്. അപ്പം നല്ല തീയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുപ്പിരിക്കുന്നതിൻ്റെ ആ ഭാഗത്തൊരു പേര നിൽപ്പുണ്ട്. ചെറിയ പേരയാണ്. പേരയും ഒരു മാവും അങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് തണലും ഉണ്ട് അവിടെ. പക്ഷേ ഇതിന് നല്ല പുക കിട്ടി അന്നത്തെ ദിവസം. നമുക്ക് നല്ലൊരു സ്പേസാണത്. ഈ പൊങ്കാല ഇടാനായിട്ട് നല്ലൊരു സ്പേസാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പം നമ്മുടെ ശർക്കര ഞാൻ ചീവിയല്ല ഇട്ട് കൊടുക്കുന്നത്, ഒന്ന് തല്ലി പൊട്ടിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ശർക്കര. ഓക്കെ. എന്നിട്ട് ശർക്കര ഇടുന്നത് നല്ലതുപോലെ അരി വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഇടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. പിന്നെ കറക്റ്റ് നമ്മുടെ വീട്ടിലിടുന്നതിനൊരു ഐശ്വര്യവും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഇനി അടുത്ത വർഷം തൊട്ട് ഉറപ്പായിട്ട് എനിക്ക് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ ഞാൻ പൊങ്കാല ഇടും. ഓക്കെ. സാധിക്കുമെങ്കിൽ. മനുഷ്യൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നല്ലതായിട്ട് ഒന്നായതിന് ശേഷം നമുക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇടണം കേട്ടോ. പിന്നെ ഞാൻ വിളക്കിന് 2 തിരിയാണ് ഇട്ടിട്ടുള്ളത്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. അതിനും ഒരു കാരണമുണ്ട് നമ്മൾ അങ്ങനെ ഇടുന്നതിന്. ഇതാണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ഈ 2 തിരി ഇടുന്ന 5 തിരി ഇടുന്നവരും ഉണ്ട്. ഞാൻ 2 തിരി ഇടാൻ കാര്യം ഇൻ കേസ് ഒരുപാട് കാറ്റുണ്ട് ഇവിടെ. അപ്പം കാറ്റത്ത് ഈ നമ്മൾ വിളക്ക് വെക്കുന്നത് നിവേദ്യം കഴിയുന്നത് വരെ നമ്മുടെ വിളക്ക് അണയാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് 2 ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും തിരിയിട്ടാൽ ഇൻ കേസ് ഏതെങ്കിലും ഒരണഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ വിളക്കണയാതെ വളരെ സൂക്ഷിക്കണം. അപ്പം ഞാൻ അങ്ങനെ സൂക്ഷിച്ച് എൻ്റെ പൊങ്കാല തീർന്ന് പിന്നെ അതുപോലെ തന്നെ നിവേദിച്ചതിന് ശേഷമാണ് എല്ലാം ടി വി നോക്കിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്. ടി വിയിൽ അതുപോലെ പണ്ടാരടുപ്പിൽ തീ കൊടുത്തണം നമ്മൾ ഓടി വന്ന് തീയിട്ട് പിന്നെ അതുപോലെ നേദിച്ചതും ഞാൻ അവിടെ നേദിക്കുന്ന ആ കണ്ടിട്ട് തന്നെയാണ് ഞാൻ നേദിച്ചത്. അപ്പം അതുപോലെ നേദിക്കുന്നതിന് തന്നെ നമുക്ക് പൂജാരിയൊന്നും വെച്ചല്ല നമ്മൾ നേദിക്കുന്നത്. അതും പറഞ്ഞുതരാം. കിണ്ടിക്കകത്ത് വെള്ളം വെച്ചിട്ട് പച്ചക്കർപ്പൂരം, 1 ഗ്രാമ്പൂ, അത് പിന്നെ തുളസി, ഇത് ഇത്രയും വെച്ചിട്ട് ഇത്രയും അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ
ഇട്ട് വിളക്കെല്ലാം കത്തിച്ച് ഇതെല്ലാം ചെയ്ത് നിവേദിക്കുന്ന സമയത്ത് ഇതെടുത്ത് നിവേദിച്ചാൽ ധാരാളം ഇത് കഴിഞ്ഞ് വേറെ ഒന്നും വേണ്ട. അപ്പം നമുക്ക് നമ്മുടെ പൂജാരി വന്ന് നിവേദിക്കുന്നതിന് പകരം എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി, അഥവാ വീട്ടിലിടുന്നവർ. അതുപോലെ തന്നെ നമ്മൾ ഈ പൊങ്കാല ഇടുന്ന സമയത്ത് ഫുള്ളും നമ്മൾ അമ്മേ നാരായണ, ദേവി നാരായണ ഈ മന്ത്രമോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ദേവീ സ്തുതികൾ എല്ലാം ചൊല്ലി നമ്മൾ പൊങ്കാല ഇടണം. അല്ലാതെ അവിടെയും നോക്കി ഇവിടെയും നോക്കി അങ്ങനെ വല്ലവരെയും കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഒന്നും പൊങ്കാല ഇടരുത്. അമ്മേ നാരായണ, ദേവി നാരായണ അത് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഈ പൊങ്കാല തീരുന്നത് വരെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ ഇതാണ്ടേ നമ്മുടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് പൊങ്കാല. ഓക്കെ, പൊങ്കാല തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ നമ്മൾ ഈ പൊങ്കാല ഇടുന്ന ആൾക്കാർ ചെരുപ്പിടരുത് ദൈവത്തെ ഓർത്ത്. അത് വലിയ തെറ്റുകളാണ് ചെയ്യുന്നത്. എത്ര ചൂടാണെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ചൂടത്തായിരിക്കുമല്ലോ പോയി പൊങ്കാല ഇടുന്നത്. ചൂടത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വേറെ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് വേണമെങ്കിൽ നിന്നോ, പക്ഷേ ചെരുപ്പിടരുത് കേട്ടോ. വീട്ടിൽ നിൽക്കുന്നവർ ഓടി ആ ചെരുപ്പിട്ടുകൊണ്ടൊക്കെ നിന്നങ്ങ് പൊങ്കാല ഇടും, പക്ഷേ അത് ഭയങ്കര ദോഷമാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിവതും ചെരുപ്പിടാനേ പാടില്ല. കഴിവതും അല്ല, ചെരുപ്പിടാൻ പാടില്ല. പൊങ്കാല ഇടുന്ന സമയത്ത് ചെരുപ്പിടാനേ പാടില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് ആവശ്യത്തിലേറെ അണ്ടിപ്പരിപ്പും നെയ്യും തേങ്ങയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇട്ട ഒരു പായസമായിരുന്നു. അതുപോലെ തന്നെ ഏലക്കായ ഇട്ടിട്ടുണ്ട്. ശർക്കര പായസം ആയതുകൊണ്ട് നമുക്ക് ഏലക്കായും എല്ലാം ഇട്ടിട്ടുണ്ട്. നെയ്യൊക്കെ ധാരാളം ഒഴിച്ചോ, നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ മംഗലത്തിലിടണമെന്നായിരുന്നു മംഗലത്തിലാണ് സാധാരണ ഞാൻ ഇടുന്നത്. പക്ഷേ ഈ ഉരുളി നമ്മൾ ഒന്നിനും അങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ട് നമ്മൾ പൊങ്കാല ഇടാമെന്ന് വിചാരിച്ചു. അതും ഒരു ആഗ്രഹം തന്നെയായിരുന്നു ഇതിനകത്ത് ഇടാൻ. അപ്പം ഞാൻ ഇനി തൊട്ട് കഴിയുമെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ഐതിഹ്യങ്ങൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ മൺകലത്തിൽ തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കും. അപ്പം നല്ല മുഹൂർത്തങ്ങളായിരുന്നു ഈ പൊങ്കാല ഇടുന്ന സമയത്ത്. നമുക്ക് മനസ്സിന് വല്ലാത്ത കുളിർമയാണ്. ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട്, ദേവിയെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത് നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമാണത്. ഭയങ്കര ഒരു അനുഭവമാണ് ഈ കേട്ടോ. ഇച്ചിരി ഏലക്ക പൊടിച്ചതിടണം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കല്ല് വെച്ചൊന്ന് പൊടിച്ചിട്ട് നമുക്കിടാം. നമ്മുടെ പൊങ്കാല പായസം കണ്ടില്ലേ? ഞാൻ പായസമാണ് ആക്കിയത്. ചിലർ പൊങ്കാലയ്ക്ക് ഉണ്ടാക്കുന്നവരുണ്ട്, മണ്ടപ്പിട്ടുണ്ടാക്കുന്നവരുണ്ട്, തേരളി ഉണ്ടാക്കുന്നവരുണ്ട്, ഇത്യാദി എല്ലാം ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ പണ്ടൊക്കെ പോയിരുന്നപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ ആയിരിക്കും എല്ലാ വർഷവും ഇടുന്നത് പണ്ട്. അപ്പം ഈ പാത്രത്തിനൊരു കാര്യമുണ്ട്, അടുക്കി പിടിക്കും കേട്ടോ. വളരെ ശ്രദ്ധിക്കുക. തീ അങ്ങ് കുറച്ചേക്ക്. അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങ നമ്മുടെ ഒരുവിധ ഇളവൻ തേങ്ങ പോലുള്ള തേങ്ങ ആയതുകൊണ്ടും കൊള്ളാം കേട്ടോ. അപ്പം നമ്മുടെ ഏലക്ക ഞാൻ പൊടിച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കും. എല്ലാ അപ്പമാണ് ഞാൻ ഇട്ടത്. ഇൻസ്റ്റൻ്റ് ആയിരുന്നില്ല. അപ്പം നമ്മുടെ വെള്ളമെല്ലാം വറ്റി. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ തീ എല്ലാം അങ്ങ് കെടുത്തുകയാണ്. അല്ലെങ്കിൽ എനിക്ക് എന്താ പറ്റുന്ന നമ്മുടെ പായസം ഒന്ന് അടുക്കി പിടിച്ചു. കരിയല്ല, ഇതിന് അടുക്കി പിടിച്ചു. അപ്പം അതുകൊണ്ട് ഞാൻ തീ ഫുള്ളങ്ങ് മാറ്റും. തീ ഫുള്ള് മാറ്റിയിട്ടുണ്ട്. 4
ഇതിലോട്ടങ്ങ് മാറ്റിയത്. നന്നായിട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കാം. കറക്റ്റ് പരുവമാണ്. ഇനി ഇത് ഇച്ചിരി ഇരിക്കുമ്പോഴത്തേനും ഒന്ന് കട്ടിയാവേ. ഇനി ബാക്കി വരുന്ന നമ്മുടെ നെയ്യും ഇത്രയൊന്നും ആവശ്യമില്ല ഈ നെയ്യ്, പക്ഷേ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. ആ നെയ്യും അടിപരിപൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇപ്പം ഭക്തി നിർഭരമായ എൻ്റെ പൊങ്കാല കഴിഞ്ഞിരിക്കുന്നു. ഇഷ്ടംപോലെ അണ്ടിപ്പരിപ്പ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം നന്നാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് മാക്സിമം നന്നാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇല അങ്ങോട്ട് വെട്ടിയിട്ട് ഇതങ്ങ് അടച്ച് വെക്കുക. നമ്മുടെ നിവേദിക്കാനുള്ള കിണ്ടിക്കകത്ത് ഞാൻ കിണ്ടി, അതിനകത്ത് ഞാൻ തുളസി, ഒരൽപ്പം ഗ്രാമ്പു, ഒരൽപ്പം പച്ചക്കർപ്പൂരം ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ധാരാളമാണ് മേടിക്കാൻ. വീട്ടിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ആ രീതിയിൽ ചെയ്യുക. ഇപ്പം നമ്മുടെ പായസം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാത്തിരിക്കാം നിവേദ്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ പണ്ടാര അടുപ്പിൽ നിവേദിക്കുന്ന സമയത്ത് ഞാൻ ടി വിയും വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിവേദിക്കാം. ഓക്കെ, ഇതുവരെ ഞാൻ പച്ചവെള്ളം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ എടുത്താൽ നല്ലത്. പിന്നെ ആൾക്കാർക്ക് അസുഖങ്ങൾ, ഷുഗർ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവർ വെള്ളമൊക്കെ കുടിച്ചോ. വെള്ളം കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അരിയാഹാരവും അങ്ങനെയുള്ള ഒന്നും കഴിക്കരുത്. വെള്ളം വേണമെങ്കിൽ കുടിക്കാം, പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കിനി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നല്ല ചൂടില്ലേ ഇപ്പം. നമുക്ക് പ്രാർത്ഥന ഇങ്ങനെ തന്നെയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ചലമേ ഭഗവതി, അല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, രുദ്രേ നാരായണ. നമുക്ക് നിവേദിക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ വിളക്ക് ഇതുവരെ അണഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം നേദിക്കാറൊക്കെ ആയി വരുന്നു. ടി വി ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ പണ്ടാര അടുപ്പിൽ നേദിക്കുമ്പം മാത്രമാണ് ഞാൻ നേദിക്കുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച്, പക്ഷേ ഞാനത് നിവേദ്യം അവിടെ നേദിച്ചതിന് ശേഷം നമുക്ക് നേദിച്ചാൽ മതി കേട്ടോ. അടുപ്പിൽ നിന്ന് ഞാൻ ഇത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ നേദിക്കാം. നോക്കട്ടെ, കാണാൻ പറ്റില്ല. ഇരിക്കാം. അവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് നേദിക്കാം. അമ്മയ്ക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കർപ്പൂരം വെച്ച് വീഴുകയും അതുപോലെ തന്നെ നമ്മുടെ കിണ്ടിയിലെ വെള്ളം വെച്ചിട്ട് അത് നേദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ വീഴുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ നിന്ന് ചെയ്തത് കൊണ്ടാണ്, ഇരുന്നല്ല അത് ചെയ്യേണ്ടെന്ന്, നിന്ന് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞത്. കണ്ട. അപ്പോൾ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട് ദേവിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഈ പൊങ്കാല ഇടാൻ പറ്റിയതിൽ
എനിക്ക് വളരെ 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 സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മുടെ വിളക്കൊന്നും അണഞ്ഞിട്ടില്ല, കർപ്പൂരം കത്തിച്ചായിരുന്നു ഞാൻ. അപ്പം എല്ലാം അടുത്ത വർഷം ഇതേ കണക്ക് എനിക്ക് ഇടാൻ കഴിയട്ടെ, നന്നായിട്ടിടാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും, പൊങ്കാലയിടുന്നവർക്കും അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ.